49-ാം ദിവസത്തെ നോമ്പുകാല ധ്യാന ചിന്തയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ചിന്താ വിഷയം മൗനം. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്ത വേദഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 23-55-56 തിരുവചനങ്ങൾ. ഗലീലിയയിൽ നിന്ന് അവനോടുകൂടെ പോന്ന സ്ത്രീകളും പിന്നാലെ ചെന്ന് കല്ലറയും അവന്റെ ശരീരം വച്ച വിധവും കണ്ടിട്ട് മടങ്ങിപ്പോയി സുഗന്ധവർഗവും പരിമള തൈലവും ഒരുക്കി കൽപ്പന അനുസരിച്ച് ശബത്തിൽ സ്വസ്ഥമായിരുന്നു. ഇന്നുവരെ തങ്ങളെ ശാസിച്ചും സ്നേഹിച്ചും വഴി നടത്തിയവൻ ഓർമ്മയായിരിക്കുന്നു. അവന്റെ സാന്നിധ്യമില്ലാത്ത പൂങ്കാവനങ്ങൾ പോലും മരുഭൂമികളാകുന്നു. എല്ലാം കൊട്ടിയാഘോഷിക്കപ്പെട്ടു കഴിഞ്ഞു. നഷ്ടപ്പെട്ടവർക്ക് സകലതും നഷ്ടമായി, നേടിയവർക്ക് പലതും നേടാനായി. അവനെ ആശ്രയിച്ചവർക്ക് എല്ലാം ലഭിച്ചു. കുരിശിൻ ചുവട്ടിൽ നിന്ന അമ്മയ്ക്ക് ഒരു മകന് ലഭിച്ചു. കുരിശിൽ തറയ്ക്കപ്പെട്ട കള്ളന് നിത്യതയും. ഇനി എന്താണ് മുന്നിലെന്ന ചോദ്യത്തിന് ഇടാവുന്ന പേരാണ് മൗനം. പീഡാനുഭവങ്ങളും ക്രൂശീകരണവും മരണവും കണ്ട ജനസമൂഹത്തിന് ഇനിയും ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല. വാക്കുകളിൽ പറഞ്ഞു തീർക്കാനാവാത്ത കാഴ്ചകളാണ് ഈ ദിവസങ്ങളിൽ കണ്ടു തീർത്തത്. കുറ്റപ്പെടുത്തി ഒരുപാടവനെ ഒന്നും അറിഞ്ഞിരുന്നില്ല. ഈ മൗനം അവരെ വല്ലാതെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ട്. ശബത്ത് ദൈവം ഭൂമിക്ക് നൽകിയ വിശ്രമമാണത്. കണ്ടതിനെയും കേട്ടതിനെയുമൊക്കെ ഓർത്ത് മാറി നിന്ന് വിലയിരുത്താം. ചമച്ചവന്റെ ഭാഷയിൽ എല്ലാം നല്ലത്. ഇന്നലെ അരങ്ങേറിയതും ഈ മൗനമുൾപ്പെടെ നല്ലത്. ഭൂമിക്ക് സ്വർഗം പെയ്തിറക്കിയ കൃപയാണ് അവന്റെ ക്രൂശീകരണം. അതിന് സാക്ഷി നിന്നവർക്ക് പിന്നെ മൗനമല്ലാതെ മറ്റെന്ത്? വാക്കുകളേക്കാൾ ബലമേറിയതാണ് ഓർമ്മകൾ. അതാണ് ഇനിയുള്ള നാഴികകൾ. കുരിശിന്റെ അകലത്തും അരികിലുമിരുന്ന് വാക്കുകളില്ലാത്ത ഈ മൗനത്തിലേക്ക് നോക്കാം. എൻ പേർ യേശു മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവനെപ്പോൾ ഞാനും ദോഷി കണ്ടേൻ പ്രതിശാന്തി. ഭൂമിക്ക് സ്വർഗം നൽകിത്തന്ന കൃപയുടെ കുളിർമഴയായിരുന്നു ക്രിസ്തുവിന്റെ മരണം. സമർപ്പണ പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങാം. ഇനിയുള്ള പ്രാർത്ഥനാ വാചകങ്ങൾ കേട്ടതിനു ശേഷം അല്പസമയം ധ്യാനിക്കുക. ദൈവമേ, എൻ്റെ ജീവിതത്തിലെ ചില മൗനങ്ങളിൽ വന്നു നിറയുന്ന സ്നേഹത്തെ ഞാൻ കണ്ടറിയുന്നു. എൻ്റെ പരിമിതികളിൽ എന്നെ കൈക്കൊള്ളുന്ന വലിയവനായ ദൈവത്തെ ഞാൻ തിരിച്ചറിയുന്നു. ക്രൂശിലെ സ്നേഹം എൻ്റെ ഹൃദയവിലാപങ്ങളെ ആശ്വസിപ്പിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം.
വ്യവസ്ഥകൾ കൂടാതെ എന്നെ കൈക്കൊള്ളുന്ന ദൈവമേ, നിത്യരക്ഷയ്ക്ക് അടിയനെയും യോഗ്യനാക്കേണമേ. ആമേ. തിരക്കിട്ട പട്ടണത്തിന്റെ ഒരു കോണിൽ അന്നും അവനുണ്ടായിരുന്നു. ഷൂ പോളിഷ് ചെയ്തു കൊടുക്കപ്പെടും. ഒരണ മാത്രം. കണ്ടുനിന്നൊരാൾ പെട്ടെന്ന് കയറി വന്നു. ഷൂ പോളിഷ് ചെയ്യണം, പെട്ടെന്ന് വേണം. അല്പം കഴിഞ്ഞ്, കൊള്ളാം, നന്നായിട്ടുണ്ട്, ഞാൻ നിനക്ക് 4 അണ തന്നാൽ കുറെ കൂടി ഭംഗിയായി മിനുക്കിത്തരാമോ? അയാൾ ചോദിച്ചു. ബാലൻ പെട്ടെന്ന് മറുപടി നൽകി. സാർ, അങ്ങ് 4 അണ തന്നാലും ഞാൻ 1 അണയ്ക്ക് മിനുക്കുന്നതിനേക്കാൾ കൂടുതൽ ഭംഗി വരുത്താൻ എനിക്ക് സാധ്യമല്ല. കാരണം ഞാൻ എൻ്റെ പരമാവധിയാണ് 1 അണയ്ക്ക് ചെയ്യുന്നത്. അവന്റെ മറുപടി കേട്ട് അയാൾ അതിശയിച്ചു. അവൻ സകലവും നന്നായി ചെയ്തു. മാർക്കോസ് 7:37. കുരിശിന്റെ വഴിയിലൂടെ യാത്ര തുടരുക.